ഈ അച്ചാച്ചൻ മക്കളിലൂടെ ജീവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മാതാപിതാക്കൾ ജീവിക്കുന്നത് പലപ്പോഴും അവരുടെ മക്കളിൽ കൂടിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു കുടുംബനാഥയുടെ ജീവിതത്തിന്റെ സുവിശേഷം എന്നത് അവര് ജീവിച്ച വിശ്വസ്തതയുള്ള ദാമ്പത്യമാണ്. പ്രിയപ്പെട്ട ഈ അച്ചാച്ചനും അമ്മച്ചിയും സ്നേഹത്തോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ ജീവിതം പങ്കിട്ടവരാണെന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച ഏറ്റവും വലിയ സുവിശേഷം. ആ ഒരു സുവിശേഷം അതിന്റെ പരമാവധി പൂർണ്ണതയിൽ ജീവിക്കാൻ പ്രിയപ്പെട്ട ഈ അച്ചാച്ചന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് എത്രയോ വലിയ അനുഗ്രഹവും ഭാഗ്യവും അഭിമാനവുമാണ്. ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ട ഒരു പുണ്യമായിട്ട് അത് മാറുന്നുണ്ട്. കുടുംബജീവിതത്തിന്റെ ദാമ്പത്യ പരിശുദ്ധി, വിശ്വസ്തത എന്നത് വിശ്വാസം വലിയ ഒരു സമ്പത്തായി ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പുണ്യപ്പെട്ട ജീവിതമായിരുന്നു പ്രിയപ്പെട്ട ഈ ചാച്ചൻ്റെത്. എനിക്ക് മക്കളിൽ നിന്ന് കിട്ടുന്ന മറുപടി അതാണ്. വിശുദ്ധനായ ഒരു വ്യക്തി, വിശുദ്ധിയോടെ ജീവിച്ചയാൾ. ഞാൻ റോയി അച്ഛനോട് വിളിച്ചപ്പോൾ ചോദിച്ചു, അച്ചാച്ചനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? ഒരു വാക്കിൽ ഒതുക്കി പറയാനൊന്നും പറ്റില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു, വിശുദ്ധമായ ഒരു ജീവിതം അത് തന്നെ എല്ലാമാണ്. മക്കൾക്ക് നോക്കി നടക്കാൻ അതിൽ കൂടുതൽ മറ്റൊന്നും ബാക്കി വെക്കേണ്ടതില്ല. വിശ്വാസമെന്ന ആ മഹാദാനത്തെ ഏറ്റവും വലിയ ഒരു സമ്മാനമായി കരുതി അത് അതിന്റെ പരമാവധിയിൽ ജീവിക്കാൻ, പ്രാർത്ഥനയിൽ കൊരുത്ത ഒരു ജീവിതം നയിക്കാൻ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചും സ്നേഹിച്ചും പങ്കുവെച്ചും മക്കളെ വളർത്തിയത് കൊണ്ടാണ് ഈ കുടുംബത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത പ്രിയ മക്കൾ, സവിശേഷമായ വിധം തിരഞ്ഞെടുക്കപ്പെട്ടവർ, പൗരോഹിത്യത്തിലേക്ക് തന്നെ 2 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വലിയ സത്യം. അവർ 2 പേരും സഭയിലും സമൂഹത്തിലും സുപ്രധാനമായ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണെന്നത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിവുള്ളതാണ്. ബഹുമാനപ്പെട്ട റോയി അച്ഛനും റോബി അച്ഛനും എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. CMI സന്യാസ സമൂഹത്തിലെ ഉജ്ജ്വല ശോഭയോടെ തിളങ്ങുന്ന 2 വ്യക്തികളാണ്. സഭയുടെ എല്ലാ മേഖലകളിലും നിറഞ്ഞു ശോഭിക്കുന്നവർ, പൊതുവായിട്ട് എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായി ഇടപെടുന്ന വലിയ സാന്നിധ്യങ്ങളായിട്ട് വലിയ ശുശ്രൂഷകൾ ചെയ്യുന്ന 2 പേരെയും ഞാൻ ഓർക്കുന്നു ആദരവോടെ. പ്രിയപ്പെട്ട സിസ്റ്ററും ശുശ്രൂഷയുടെ മഹത്തായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് വ്യാപരിക്കുന്ന വ്യക്തിയാണ്. ഞാനിവരെ എടുത്തു പറയുന്നത് മറ്റു മക്കളുടെ കാര്യം കൂടി ഓർത്തുകൊണ്ട് തന്നെയാണ്. അവരും അതുപോലെ വ്യത്യസ്തമായ ജീവിതാന്തസ്സിൽ, കുടുംബജീവിതത്തിന്റെ അന്തസ്സിൽ നിന്നുകൊണ്ട് സഭയിലും സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ മക്കളിലൂടെ മാതാപിതാക്കൾ ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ സത്യം വെളിപ്പെടുത്തുവാനാണ് ഞാനിത് ഈ മക്കളെ അനുസ്മരിക്കുന്നത്. വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിന്റെ ഫലത്തിലൂടെയാണ്. സുവിശേഷം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ. മക്കളാണ് മാതാപിതാക്കളുടെ ഏറ്റവും നല്ല ഫലങ്ങൾ എന്ന് പറയുന്നത്. ആ ഫലങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് മാതാപിതാക്കളെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ സുന്ദരമായ ഭാഷ്യമാണ്. പ്രിയപ്പെട്ട ഈ മക്കളിലൂടെ ഇന്ന് ഈ പിതാവും മാതാവും ഒക്കെ സഭയിലും സമൂഹത്തിലും നിറഞ്ഞ് ശോഭിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഈ പിതാവ് എത്രമാത്രം ധന്യമായ ഒരു ജീവിതമാണ് നയിച്ചത് എന്നത് പറയാതെ തന്നെ വ്യക്തമാണ്. നിത്യതയിലേക്ക് യാത്രയാകുമ്പോൾ ജീവിതത്തില് ഒരുപാട് വലിയൊരു ഭാണ്ഡം, സുഹൃതത്തിന്റെ ഭാണ്ഡം അദ്ദേഹത്തിന് കൊണ്ടുപോകാനുണ്ട്. നല്ല ഒരു കർഷകനായിട്ടൊക്കെ ജീവിച്ച് ഈ നാട്ടില് എല്ലാവർക്കും സംലഭ്യനായി, എല്ലാവർക്കും ഉപകാരിയായി, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി മാറിയ ധന്യമായ ഒരു ജീവിതമായിരുന്നു പ്രിയപ്പെട്ട ഇപ്പച്ചൻ ചേട്ടൻ്റെതെന്ന് നിങ്ങൾക്കെല്ലാം എന്നേക്കാൾ കൂടുതൽ അറിവുള്ളതാണ്. അങ്ങനെ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും മനോഹരമായിട്ട് 89 വർഷം ജീവിച്ച് പൂർത്തിയാക്കി. ചാച്ചന്റെ രോഗാവസ്ഥയിലൊക്കെ മക്കളൊക്കെ അടുത്തുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ വലിയ ഭാഗ്യമാണ്. അടുത്തായിരുന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് യാത്രയാക്കാൻ 2 വൈദികരും 1 സിസ്റ്ററും മറ്റു മക്കളും എല്ലാം കൂടെ ആയിരിക്കുക എത്രയോ ഭാഗ്യമാണിത്. അതുപോലെ ചാച്ചനെ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട മക്കൾ, കുടുംബത്തിലെ ഇവിടെ ആയിരുന്ന മക്കൾ, അവരെല്ലാം തീർച്ചയായിട്ടും അവരുടെ ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ളത് അവരെ തീർച്ചയായിട്ടും അവരുടെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നത്. മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിക്കാൻ കിട്ടുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് മക്കൾ കരുതേണ്ടതും. അങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് ഇവിടുത്തെ പ്രിയപ്പെട്ട മക്കൾക്ക് പറ്റി എന്നുള്ളത് ഞാൻ അവരെ സ്നേഹത്തോടും ആദരവോടും കൂടി കാണുന്നതിന് കാരണമാകുന്നു.
നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും, എത്രമാത്രം ഭൗമിക സമ്പത്ത് നേടിയാലും, എന്തെല്ലാം അധികാരവും സ്ഥാനമാനങ്ങളും നേടിയാലും, ഇവിടെ നിന്നും യാത്രയാകുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ അതൊന്നും ഉണ്ടായിരിക്കില്ലെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. ഇവിടെ നിന്നും യാത്രയാകുന്ന അവസാനത്തെ ശ്വാസം പൂർത്തിയാകുമ്പോൾ ഒരു പിടി മണ്ണ് പോലും, ഒരു തൊണ്ട് ഭൂമി പോലും, ഒരു മണൽത്തരി പോലും നമുക്ക് കൂടെ ഉണ്ടാവില്ല. എത്രമാത്രം അടുത്തുള്ളവരും എത്രമാത്രം പ്രിയപ്പെട്ടവരും ആണെന്ന് പറഞ്ഞാലും ആ മൃതസംസ്കാര വേളയിൽ മൃതമഞ്ചത്തിന്റെ കൂടെ പോലും പോകാൻ നമുക്ക് അവസാന നിമിഷത്തിൽ എത്ര ഘാതം ഉണ്ടാകും? വളരെ കുറച്ച് മാത്രം. ആരും പിന്നെ മാനുഷിക രീതിയിൽ കൂടെ വരില്ല. പക്ഷെ കൂടെ കൊണ്ടുപോകാൻ ഉള്ള ഒരു വലിയ സമ്പത്തുണ്ട്. അത് സുഹൃതത്തിന്റെ സമ്പത്താണ്. ദൈവത്തിന്റെ ഹിതം നിർവഹിച്ച വിശ്വസ്തതയുള്ള ഒരു ജീവിതത്തിന്റെ മഹാസമ്പത്ത്, ഏൽപ്പിച്ച ദൗത്യങ്ങൾ നന്നായി പൂർത്തിയാക്കിയതിന്റെ വലിയ സമ്പത്ത്, അനേകർക്ക് അനുഗ്രഹമായി മാറിയതിന്റെ വലിയ സമ്പത്ത്, മറ്റുള്ളവരെ ഹൃദയം നിറയെ സ്നേഹിച്ചതിന്റെ സമ്പത്ത്, മക്കളെ വേണ്ടുവോളം വിശ്വാസ തണലിൽ വളർത്തി സുഹൃതത്തിന്റെ പരിസരം സൃഷ്ടിച്ചെടുത്ത് അവരെ കൈപിടിച്ചുയർത്തിയതിന്റെ സമ്പത്ത്, അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കേണ്ട സമയത്ത് വേണ്ട വിധം പങ്കുവെച്ചതിന്റെ സമ്പത്ത്, അനേകർക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ആ കാൽപ്പാടുകളുടെ സമ്പത്ത്, അനേകരെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടുകൂടി പരിചരിച്ചതിന്റെ സമ്പത്ത്, അനേകർക്ക് ആതിഥ്യമരുളി അവർക്കെല്ലാം വേണ്ടപ്പെട്ടവനായി മാറിയതിന്റെ സമ്പത്ത്, ചെറിയവരെയും അവഗണിക്കപ്പെട്ടവരെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിച്ചതിന്റെ സമ്പത്ത്, അങ്ങനെ ഒരുപാട് വലിയൊരു സമ്പത്തുമായിട്ടാണ് ഈ പ്രിയപ്പെട്ട പിതാവ് ദൈവം ഒരുക്കിയ നിത്യസമ്മാനം വാങ്ങിക്കാൻ പോകുന്നത് എന്ന കാര്യം നമുക്കെല്ലാം വലിയ ഒരു സുവിശേഷമാണ്. അത് മാംസം ധരിച്ച ഒരു വചനമായി മാറുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിശുദ്ധരായ മാതാപിതാക്കൾ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ നമുക്കൊക്കെ നടക്കാൻ വലിയൊരു പാത വെട്ടിത്തുറന്നിട്ടാണ് അവർ പോകുന്നത്. ഒരിക്കലും കെട്ടണയാത്തൊരു ദീപം ഈ വീടിന്റെ ഉമ്മറത്ത് കൊളുത്തി വെച്ചിട്ട് യാത്രയാകുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ആ യാത്ര ആഘോഷമായ ഒരു തിരുനാൾ യാത്ര പോലെയാണ്. തിരുനാളുകളുടെ കാലമാണിത്. അങ്ങനെ ഒരു വലിയ പ്രദക്ഷിണം, നിത്യതയിലേക്ക് നീളുന്ന ഒരു പ്രദക്ഷിണം പോലെ തന്നെയാണ് പ്രിയപ്പെട്ട ഈ പിതാവും കടന്നു പോകുന്നത്. നിത്യതയിലേക്ക് നീളുന്ന പ്രദക്ഷിണ വഴിയിലാണ് നമ്മളെല്ലാവരും യാത്ര. നമ്മളൊക്കെ തീർത്ഥാടകരാണ്. ഈ തീർത്ഥാടനം എത്തേണ്ട ഇടത്ത് എത്തിയാൽ മാത്രമേ അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഈ പിതാവത എത്തേണ്ട സ്ഥലത്തേക്ക്, സ്വന്തം ഭവനത്തിലേക്ക്, ഒരിക്കലും ഒടുങ്ങാത്ത വലിയ സൗഭാഗ്യത്തിന്റെ നാട്ടിലേക്ക് വലിയ ആഘോഷമായ ഒരു പ്രദക്ഷിണം പോലെ കടന്നു പോവുകയാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു മൃതസംസ്കാരത്തിന്റെ പ്രദക്ഷിണവും എന്ന് നമുക്ക് ഓർക്കാം. ഇവിടെ അലങ്കൃതമായ ഈ ഭൂമെത്തയിൽ ശയിക്കുന്ന മൃതദേഹം വെളിപ്പെടുത്തുന്ന സത്യം, ഇവിടെയെല്ലാം മനോഹരമായ ശുഭ്രമായ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടുത്തുന്നത് സ്വർഗ സൗഭാഗ്യത്തെയാണ്. പ്രഭാപൂരിതമായ, മനുഷ്യന് ഒരിക്കലും വിവരിക്കാനാവാത്ത, പൗലോസ്ലിഹായുടെ ഭാഷയിൽ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ വലിയ സൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഏറ്റവും സ്നേഹിച്ച, നമ്മളെ ഒത്തിരി സ്നേഹിച്ച, മക്കളെയും ജീവിത പങ്കാളിയെയും ഒരുപാട് സ്നേഹിച്ച ഈ പിതാവ് കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണീരിനപ്പുറത്ത് സ്വർഗത്തിന്റെ മഹത്വം തിളങ്ങണം. ആ വലിയ ആനന്ദം അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരും. ഈ പിതാവ് സ്വർഗത്തിലെത്തി ഞങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കുറവുകൾ കണ്ടെന്നിരിക്കും. പക്ഷേ ആ കുറവുകളൊക്കെ പരിഹരിക്കാൻ ഇനി അദ്ദേഹത്തിനാവില്ല, നമുക്കേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരും മക്കളും എല്ലാം പ്രാർത്ഥനയിൽ ഇനി ചേർത്ത് പിടിക്കുമ്പോൾ അവയെല്ലാം പരിഹരിക്കപ്പെടും. നമുക്കൊക്കെ നടക്കാൻ, പ്രത്യേകിച്ചും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അടുത്തറിയാവുന്ന എല്ലാവർക്കും നടക്കാൻ പാകത്തിൽ ഒരു നല്ല പാത, സൗമ്യമായ സ്നേഹത്തിന്റെ, ശാന്തമായ ജീവിതത്തിന്റെ, അനുഗ്രഹീതമായ ഔദാര്യത്തിന്റെ, എല്ലാവരെയും കരുതുന്ന സ്നേഹത്തിന്റെ നല്ല ഒരു പാത അദ്ദേഹം നമുക്ക് വേണ്ടി തെളിച്ചിട്ട് കടന്നു പോകുമ്പോൾ ആദരവോടുകൂടി നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് പ്രണാമം അർപ്പിക്കാം. ആദരാഞ്ജലികൾ. ഈ വന്യ പിതാവിന്റെ മരണത്തിൽ, വിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ചും റോബിയച്ചനോടും സിസ്റ്ററിനോടും മറ്റു മക്കൾ ഓരോരുത്തരോടും, മരുമക്കളോടും കൊച്ചുമക്കളോടും കുടുംബാംഗങ്ങളോടും സ്നേഹിതരോടും എല്ലാവരോടുമുള്ള അനുശോചനം ഔദ്യോഗികമായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പേരിലും കൂടി ഞാൻ സ്നേഹത്തോടെ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ധാരാളമായി എല്ലാവർക്കും ലഭിക്കട്ടെ. നിത്യസൗഭാഗ്യം നൽകി സ്വർഗത്തിന്റെ കിരീടം ചാർത്തി ദൈവം പ്രിയപ്പെട്ട ഈ ചാച്ചനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.